നമസ്തേ. നക്ഷത്രങ്ങളിലൂടെ എന്ന വിഭാഗത്തിൽ ഇന്ന് നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് മകേരം നക്ഷത്രത്തെ പറ്റിയാണ്. 3 നക്ഷത്രക്കൂട്ടങ്ങൾ സമ്മിശ്രമായി രൂപീകൃതമായിട്ടുള്ളതാണ് മകേരം നക്ഷത്രം. ഈ നക്ഷത്രജാതരിൽ ചിലർക്കെങ്കിലും ബാലപീഡയുള്ളതായി കാണപ്പെടുന്നു. ഈ നക്ഷത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്നത് വരവിൽ കൂടുതൽ ചെലവ് ചെയ്യാനുള്ള താല്പര്യം ഇവർ വളരെയേറെ കാട്ടും. അക്കാര്യത്തിൽ ഇവർ വിദ്വാൻമാർ തന്നെയാണ്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്ത് ചെലവ് ചെയ്യാൻ പോകുമ്പോഴും അല്പം ഒരു ദീർഘവീക്ഷണം നടത്തിയതിനു ശേഷം ആ ഉദ്യമത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിന്റെ ദേവത എന്നത് ചന്ദ്രനാണ്. ചന്ദ്രൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയുവാൻ കഴിയും, ശീതളിമയെയും പ്രകാശത്തെയും പ്രദാനം ചെയ്യുന്ന ചൈതന്യ സ്വരൂപനാണ് ചന്ദ്രൻ. കൂട്ടുകാർക്കും ഇവർ ചന്ദ്രൻ തന്നെയാണ്. കാരണം കൂട്ടുകാരുടെ വാക്കിന് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും അന്ധമായി സുഹൃത്തുക്കളെ വിശ്വസിക്കുകയും ചെയ്യുന്നത് ഈ നക്ഷത്രത്തിന്റെ ഒരു സ്വഭാവമാണ്. തന്മൂലം പല ഏടാകൂടങ്ങളിലേക്കും ഇവർ എത്തപ്പെടുന്നതായി കാണപ്പെടുന്നു. അതുകൊണ്ട് അത് അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കർമ്മമേഖലയിൽ പുഷ്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും നേടേണ്ടതായിട്ടുള്ളതാണ് ഭദ്രകാളിയുടെ പ്രീതിയും സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതിയും. ഭദ്രകാളിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും പ്രീതി നേടുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. തങ്ങളുടെ ജന്മനക്ഷത്രത്തിലും പക്കപ്പുറനാളുകളിലും ക്ഷേത്ര ദർശനം നടത്തുകയും ദേവീപ്രീതിക്കായി വഴിപാടുകളും സുബ്രഹ്മണ്യ സ്വാമിയുടെ കൃപാകടാക്ഷത്തിനായി വഴിപാടുകളും നടത്തുന്നത് വളരെ ശ്ലാഘനീയം തന്നെയാണ്. അതിനുമപ്പുറം ഏറ്റവും കൃത്യമായി ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ നക്ഷത്രത്തിന്റെ ദേവതയായ ചന്ദ്രനെ ഭജിക്കുക എന്നതാണ്. ചന്ദ്രനെ ഭജിച്ചാൽ ചന്ദ്രന് തുല്യം പ്രകാശമാനമായ രീതിയിൽ നമ്മുടെ ജീവിതം മാറപ്പെടാം. ഏവർക്കും പ്രകാശവും ശീതളിമയും പകരുന്ന തലത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും. നമ്മുടെ ജീവിതം തന്നെ ദീപ്തമായ തലത്തിലേക്ക് മാറപ്പെടും. അതിനായി ചെയ്യേണ്ടത് ഒന്ന് മാത്രം, രാവിലെയോ സായസന്ധ്യയോ എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് ഇതിനായി മാറ്റിവെക്കൂ. ചന്ദ്രന്റെ ഏറ്റവും ദിവ്യവും ഹൃസ്യവും ഉത്തമകരവുമായ മന്ത്രം ഓം ചന്ദ്രമസേ നമ, ഓം ചന്ദ്രമസേ നമ എന്ന ആ പരമപവിത്രമായ മന്ത്രം ദിനംതോറും ജപിക്കൂ. ഏതെങ്കിലും ഒരു നേരം നിർബന്ധമായി 108 പ്രാവശ്യം ജപിച്ചിരിക്കണം. അങ്ങനെ ജപിച്ചാൽ യാതൊരു സംശയവും വേണ്ട, എത്താൻ സാധ്യതയുള്ള എല്ലാവിധമായ സങ്കട കൈകളിൽ നിന്നും ചന്ദ്രഭഗവാൻ നമ്മെ പരിപാലിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായും ശ്രദ്ധിക്കണം. ഈ നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ടതാണ്. ഇതിന്റെ യോനി എന്നത് സ്ത്രീ യോനിയാണ്. ഇതിന്റെ മൃഗം എന്നത് പാമ്പാണ്. ഈ നക്ഷത്രത്തിന്റെ ഭൂതം എന്നത് ഭൂമിയും, ഈ നക്ഷത്രത്തിന്റെ പക്ഷി എന്നത് പുള്ളും, ഈ നക്ഷത്രത്തിന്റെ വൃക്ഷം എന്നത് കരിങ്ങാലിയുമാണ്. അതുകൊണ്ട് തന്റെ നക്ഷത്രത്തിലേക്ക് എത്തപ്പെട്ടുള്ള വൃക്ഷത്തെയും പക്ഷിയെയും മൃഗത്തെയും ഭൂതത്തെയും എല്ലാം സ്നേഹ ബഹുമാനാദികളോടുകൂടി ഒന്ന് പരിപാലിക്കുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ ഭദ്രകാളി പ്രീതിയും സുബ്രഹ്മണ്യ സ്വാമി പ്രീതിയും അതിനുമപ്പുറം ചന്ദ്രദേവന്റെ കൃപാകടാക്ഷം കൂടി നേടിയാൽ നിങ്ങൾക്ക് സമൂഹത്തിൽ ചന്ദ്രന് തുല്യമായ സ്ഥാനം ലഭിക്കും. കൈയെത്തുന്ന ദൂരത്താണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. അതുകൊണ്ട് അല്പം ഒന്ന് പരിശ്രമിക്കൂ. നിങ്ങൾ പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല. അവനവൻ ചെയ്യേണ്ട കർമ്മം അവനവൻ ചെയ്യൂ. വിജയം ഉറപ്പാണ്.